പാലക്കാട് പ്രതീക്ഷ എന്നുള്ള എക്സിബിഷനിൽ വന്നാണ്. അപ്പൊ അതിന്റെ പ്രധാന നടത്തിപ്പ് ചുമതലയുള്ള ആള് ലീല റൈമൺ എന്ന് പറയുന്ന മേഡത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഇങ്ങനെ ഒരു പ്രതീക്ഷ പബ്ലിക്കിന് കൊടുക്കാനുള്ള കാരണം എന്താ? സ്ത്രീകളുടെ സംരംഭങ്ങള്, സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അവർക്കൊരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ എല്ലാവരും ഓരോരോ പ്രത്യേകതകളുള്ള ആളുകളായിട്ട്, പോലെ കർഷക അവാർഡ് കിട്ടിയ ആളുകൾ വരെ ഇതിന്റെ ഉള്ളിലുണ്ട്. അത് അവിചാരിതമായി പരിചയപ്പെട്ടു അവരൊക്കെ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതിലൂടെ ഈ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ എല്ലാ സമയത്തും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 1-2 തവണയോ എങ്ങനെയാണ് ഇതിന്റെ ഒരു തവണ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യും? അതെ. അപ്പൊ ഓരോ തവണ ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇതില് പലതരം ആളുകളുണ്ട്. അവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു സഹായം കൂടിയാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഉയർന്ന രീതിയിലൊക്കെ നിൽക്കുന്ന കുറെ ആളുകൾ കൂടി ചേർന്നിട്ട് ഈ ഏറ്റവും ഫിനാൻഷ്യലി താഴെ നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താൻ വളരെ സന്തോഷം. ഈ വേളയിൽ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനൊരു ചെറിയൊരു ചോദ്യമാണ്. ഇന്ത്യയില് ഭാഗത്തൊക്കെ ചോദിച്ചു വന്ന ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് ഇനത്തിന്റെ പേര്. ഉത്തരം പറയണം നിർബന്ധമില്ല. അറിയെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരം പറഞ്ഞു തരാം ഒരു പ്രോത്സാഹനമായിട്ട്. ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിച്ചതിന് ഒരു വലിയൊരു നന്ദിയുണ്ട്. അതുകൂടാതെ ഈ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാലും അതിൽ പങ്കെടുത്താലും നമ്മൾ ചെറിയൊരു സമ്മാനം കൂടി. ഇന്ത്യയിലെ ഏറ്റവും ആർക്ക് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് ഏതാണ്? ഒന്നുണ്ട്, പക്ഷെ നമ്മളെ റെക്കോർഡിക്കലി വരുന്ന ഏറ്റവും ടോപ്പ് മുളക് അല്ല. ആന്ധ്ര ഗുണ്ടൂരിന്റെ ഒരു മുളകുണ്ട്. അതിനേക്കാൾ എരിവുള്ളൊരു മുളകുണ്ട്. അത് നമ്മളെ കുറച്ച് നമ്മുടെ അങ്ങോട്ട് വടക്കേ അറ്റത്തേക്ക് പോകാനാണ് ഒരു സ്റ്റേറ്റിന്റെ പേരിൽ അറിയപ്പെടുന്നത്. നാഗാലാൻഡിലെ നാഗാ മിർച്ചി എന്ന് പറയുന്ന ഒരു മുളകാണ്. ഭൂത് ജലോക്കിയ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതൊരു അറിവാണ്. അവിടെ ഇരുന്നോട്ട് ആർക്കെങ്കിലും ഒക്കെ പകർന്നു കൊടുക്കുക. ഒരു പയറിന്റെ വിത്താണ് ഇത്, കയപ്പയുടെ വിത്താണ്. അപ്പൊ ഞങ്ങൾ ഈ കൃഷി ചോദ്യത്തിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. നമുക്ക് അടുത്ത സ്റ്റാളിലേക്കും കൂടി പോവാം. ഭൂത് ജലോക്കിയ. താങ്ക് യു സാർ.